ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഉഹദ് യുദ്ധഭൂമിയിലൂടെ യുദ്ധാനന്തരം ശുഹദാക്കളെ തിരഞ്ഞു നടക്കുകയാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും. അല്പം ദൂരം ചെന്നപ്പോൾ ഷഹീദായി കിടക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ ശരീരം കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുന്ന ഒരു കുഞ്ഞു ബാലനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുഞ്ഞിനടുത്തേക്കെത്തി കാരുണ്യത്തിൻ്റെ കേദാരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോൾ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കൂടുകയും, നബിയെ, എനിക്കിന് ഉപ്പയില്ലല്ലോ എന്ന ആവലാതി ആ കുഞ്ഞുമോൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയും ചെയ്തു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുഞ്ഞിനെ ചേർത്തു പിടിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഇനി മുതൽ നിന്റെ ഉപ്പ ഞാനാണ്, ഉമ്മ ആയിഷയുമാണ് റളിയല്ലാഹു അൻഹ. ഈ സംഭവം ഞാൻ പറയാനുള്ള കാരണം, അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ചൊരിച്ചു കൊടുക്കാൻ പ്രത്യേകമായി ഖുർആനിൽ പരാമർശിച്ച വിഭാഗങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാം. അവിടെ വളരെ പ്രാധാന്യത്തോടുകൂടെ അല്ലാഹു കരുണ ചെയ്യാൻ എടുത്തു പറഞ്ഞ വിഭാഗമാണ് അനാഥകൾ. അനാഥത്വം വല്ലാത്ത ഒരു ദുരനുഭവമാണ്. തലയിൽ തലോടാൻ പിതാവില്ലാതിരിക്കുക, ആവശ്യങ്ങളെ നിറവേറ്റിത്തരാൻ ഏറ്റവും പ്രിയപ്പെട്ട ഉപ്പയില്ലാതിരിക്കുക, സ്നേഹത്തിൻ്റെ ലാളനകൾ നൽകാൻ പ്രിയപ്പെട്ട ഉമ്മയില്ലാതിരിക്കുക എന്നുള്ളത് ഒരു കുഞ്ഞിൽ തീർക്കുന്ന മാനസികവും ശാരീരികവുമായ അരക്ഷിതാവസ്ഥ പറഞ്ഞ് വിവരിക്കാനാവുന്നതിലും അപ്പുറത്താണ്. ഇവരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ, അനാഥ മക്കൾക്ക് കാരുണ്യത്തിൻ്റെ കരങ്ങളെ നീട്ടിക്കൊടുത്തില്ല എങ്കിൽ, അവരുടെ ഭക്ഷണം, അവരുടെ പാർപ്പിടം, അവരുടെ വസ്ത്രം, അവരുടെ വിദ്യാഭ്യാസം, ഇവയെക്കുറിച്ച് സമൂഹത്തിൽ ബാക്കിയുള്ളവർ ചിന്തിച്ചില്ല എങ്കിൽ പലപ്പോഴും സമൂഹത്തെ ബാധിക്കുന്ന അക്രമാസക്തരായ, നിയന്ത്രിക്കാൻ കഴിയാത്ത വിഭാഗങ്ങളായി പിൽക്കാലത്ത് ഇവർ മാറുമെന്നതിന് നമുക്ക് ചുറ്റും തന്നെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. അതിനാൽ തന്നെ അനാഥ മക്കളോട് കരുണ കാണിക്കണമെന്ന്, അവരോട് ആർദ്രതയോടെ പെരുമാറണമെന്ന്, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ നിറവേറ്റി കൊടുക്കണമെന്ന് ഖുർആൻ നിരന്തരമായി നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് കാണാം, വഇദ് അഖദ്നാ മീസാഖ ബനി ഇസ്രാഈല ലാ തഅബുദൂന ഇല്ലല്ലാഹ വബിൽ വാലിദൈനി ഇഹ്സാന വദിൽ ഖുർബാ വൽ യതാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കരുതെന്ന് ബനൂ ഇസ്രായേലിനോട് ഉടമ്പടി ഉണ്ടാക്കുന്നതോടൊപ്പം, മാതാപിതാക്കളോട് ഗുണം ചെയ്യണമെന്ന് പറയുന്നതോടൊപ്പം, കുടുംബത്തോട് നല്ല രീതിയിൽ വർത്തിക്കണമെന്ന് പറയുന്നതോടൊപ്പം, വല്യതാമ അനാഥ മക്കളോടും സ്നേഹത്തോടെ കരുണയോടെ പെരുമാറണമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ കൽപ്പിക്കുന്നു. സൂറത്തുൻ നിസായിലെ 36-ാമത്തെ ആയത്തിൽ വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാനൻ വബിദിൽ ഖുർബ വൽ യതാമ. അവിടെയും അള്ളാഹുവിനോട് നിങ്ങൾ പങ്കു ചേർക്കരുത് എന്ന് പറഞ്ഞ്, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്ന് പറഞ്ഞ്, ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് ഗുണത്തോടെ വർത്തിക്കണമെന്ന് പറഞ്ഞ്, പിന്നീട് എടുത്തു പറയുന്നത് അനാഥ മക്കൾക്ക് കരുണ ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചാണ്. അനാഥ മക്കളോട് കരുണ കാണിക്കണമെന്ന് മാത്രമല്ല, അവരുടെ അവകാശങ്ങളെ അവർക്ക് പൂർത്തിയാക്കി നൽകണമെന്നും, അത്തരത്തിൽ നൽകാത്തവർ നരകത്തിലേക്ക് എത്തിച്ചേരുമെന്നും, അള്ളാഹുവുമായുള്ള ഉടമ്പടികളെ പൂർത്തിയാക്കാത്തവരുമാണെന്ന് വരെ വളരെ ശക്തമായ വിധത്തിൽ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യതീമുകളുടെ വിഷയത്തിൽ മുന്നറിയിപ്പ് നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ഇസ്രായിലെ 34-ാമത്തെ ആയത്ത്, വലാ തഖറബൂ മാലൽ യതീമി ഇല്ലാ ബില്ലതി ഹിയ അഹ്സനു ഹത്താ യബ്ലുഗ അശുദ്ധഹു വഔഫുൽ അഹ്ദ ഇന്നൽ അഹ്ദ കാന മസ്ഊല. നിങ്ങൾ അനാഥ മക്കളുടെ സമ്പത്ത് കൊണ്ട് നല്ല രീതിയിലല്ലാതെ പ്രവർത്തിക്കരുത്. അതിനെ നിങ്ങൾ അവരുടെ പ്രായപൂർത്തിയെത്തുന്നതുവരെ അവർക്കു വേണ്ടി കൈകാര്യം ചെയ്യണം.
അവരുടെ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അവർക്കതിനെ നൽകുകയും ചെയ്യണം. വ ഔഫുൽ അഹ്ദ, നിങ്ങൾ കരാറിനെ പൂർത്തീകരിക്കണം. ഇന്നൽ അഹ്ദ കാന മസ്ഊല, തീർച്ചയായും കരാറുകൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഇവിടെ കരാറുകൾ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്, ഒരു യതീമായ കുട്ടിയെ നമ്മുടെ സംരക്ഷണത്തിലേക്ക് നൽകിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ വിഷയത്തിൽ അള്ളാഹുവുമായി നാം കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നു തന്നെയാണ്. ആ കരാറിൽ വീഴ്ച വരുത്തിയാൽ ആഖിറത്തിൽ നാം പേടിക്കേണ്ടി വരും എന്ന് ഓർമ്മപ്പെടുത്തലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. സൂറത്തുൻ നിസായിലെ 2-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, വആതുൽ യതാമ അംവാലഹും വലാ തതബദ്ദലുൽ ഖബീസ ബിത്വയ്യിബി വലാ തഅകുലു അംവാലഹും ഇലാ അംവാലിക്കും ഇന്നഹു കാന ഹുബൻ കബീറ. അനാഥകൾക്ക് അവരുടെ സ്വത്തുക്കളെ നിങ്ങൾ വിട്ടുകൊടുക്കുക. നിങ്ങൾ നല്ലതിനെ ചീത്ത കൊണ്ട് പകരമാക്കരുത്. തുടർന്ന് പറയുകയാണ്, നിങ്ങൾ അവരുടെ സമ്പത്തിനെ നിങ്ങളുടെ സമ്പത്തിലേക്ക് ചേർത്ത് നിങ്ങൾ ഭക്ഷിക്കരുത്. അത് വല്ലാത്ത പാതകമാണ്, തെറ്റാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. മഹാനരായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഖദർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തേടിപ്പോകുന്നതും അവർ രണ്ടാളും യാത്ര ചെയ്യുന്നതും അതിലൂടെ അറിവുകൾ നേടാൻ വേണ്ടി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ശ്രമിക്കുന്നതുമായ വിശ്വവിഖ്യാതമായ ചരിത്രം സൂറത്തുൽ കഹഫിൽ പറയുന്നുണ്ട്. ആ ചരിത്രത്തിൽ കാണാം, ഒരു പട്ടണത്തിലേക്ക് അവർ കടന്നു ചെല്ലുന്നു. ആ പട്ടണത്തിലുള്ളവർ അവർക്ക് ആതിഥ്യ മര്യാദകളൊന്നും തന്നെ നൽകുന്നില്ല. അവർക്ക് ഭക്ഷണം നൽകുന്നില്ല, വെള്ളം നൽകുന്നില്ല. വിശ്രമിക്കുന്നതിന് വേണ്ടി ഖദർ നബി അലൈഹിസ്സലാത്തു വസ്സലാമും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഒരു മതിലിനരികിൽ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് ആ മതിലിൻ്റെ ഒരു വലിയ ഭാഗം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു. മഹാനരായ ഖദർ നബി അലൈഹിസ്സലാത്തു വസ്സലാം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ മതിൽ അതിൻ്റെ യഥാർത്ഥ രീതിയിലേക്ക് തന്നെ പുനർനിർമ്മിക്കുന്നുണ്ട്. ഇത് കാണുന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ട്, നമുക്ക് ഭക്ഷണം നൽകാത്ത, നമുക്ക് വെള്ളം നൽകാത്ത ഒരു വിഭാഗത്തിൻ്റെ മതിൽ നിങ്ങൾ നന്നാക്കി കൊടുക്കുകയോ? അവിടെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഖദർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മറുപടി കാണണമായിരുന്നു. സൂറത്തുൽ കഹഫിൻ്റെ 82-ാമത്തെ ആയത്ത് അതാണ് പറയുന്നത്, വഅമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന. ആ പട്ടണത്തിലുള്ള 2 അനാഥ മക്കളുടെ സ്വത്തിൻ്റെ മതിലാണത്. ആ മതിലിനു താഴെ അവർക്ക് വേണ്ടി അവരുടെ പിതാവ് ഒരു നിധി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് അവർക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഖദർ നബി അലൈഹിസ്സലാത്തു വസ്സലാം അത്രയും പ്രയാസപ്പെടുന്ന വേളയിലും ആ മതിലിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്നത്. അനാഥ മക്കളെ സംരക്ഷിക്കുന്നതിന്, അനാഥകളോട് കാരുണ്യം ചൊരിയുന്നതിന്, അനാഥകളുടെ അവകാശങ്ങളെ അവർക്ക് വിട്ടു നൽകുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പ്രോത്സാഹനം നൽകുന്നു. അതിനുവേണ്ടി ശക്തമായ നിർദ്ദേശങ്ങൾ നൽകുന്നു. അതിൽ വീഴ്ചകൾ വരുത്തുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ താക്കീതുകൾ നൽകുന്നു. ചരിത്രങ്ങളെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, അന വകാഫിൽ യതീമി ഫിൽ ജന്നതി ഹക്കദാ, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവരും സ്വർഗത്തിൽ ഇപ്രകാരമാണെന്ന് പറഞ്ഞുകൊണ്ട് ഹദീസ് റിവായത്ത് ചെയ്ത സ്വഹാബി വര്യർ റളിയല്ലാഹു അൻഹും അവിടെ നിന്ന് പറയുന്നുണ്ട്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ചൂണ്ടുവിരലും നടുവിരലും ഇങ്ങനെ ചേർത്ത് പിടിച്ചു കാണിച്ചു കൊടുത്തു എന്നാണ്. ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദൂതരായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരും ഒരുപോലെ അനാഥ മക്കളെ ചേർത്ത് പിടിക്കണമെന്ന്, അവർക്ക് കരുണ നൽകണമെന്ന് ധാരാളമായി പറയുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണ ചെയ്യാൻ പറഞ്ഞ മറ്റു വിഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.